ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന നിങ്ങളുടെ ആ ഒരു പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഈ ഒരു ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും എഫേർട്ട് എടുക്കാനോ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകാനാണോ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക, അവരുടെ പേര് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് കണക്ട് ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പേജ് ഓഫ് സോഴ്സ്, 9 of swords, 2 of swords, magician, 3 of wands, strength, knight of wands, the tower energy, queen of pentacles, ace of wands, 3 of cups, 8 of wands, 9 of wands, 9 of cups, ace of pentacles, 6 of wands, temperance, the lovers. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ലെവൽ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മതിയായി എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് വളരെ പെട്ടെന്ന് ഇതിലൊരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ലവേഴ്സ് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് മാറി നിന്ന ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ആബ്സെൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ജീവിതം അവർക്ക് ഒരുപാട് ക്ലാരിറ്റികൾ നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുമിച്ച് പോയ സമയത്ത് ഇവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊന്നും ഇവര് അംഗീകരിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും തയ്യാറെടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ മുന്നോട്ടേക്ക് പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയ ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നല്ലതാണെന്നുണ്ടെങ്കിലും ചീത്തതാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ടവർ എനർജി വന്നിരിക്കുന്നതുകൊണ്ട് മിക്ക വ്യക്തികളുടെ ലൈഫിലും ഒരു തകർച്ചയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ വളരെയധികം ഒരു സ്ട്രഗ്ലിങ്ങോ ഒക്കെ നേരിട്ടവർ തന്നെയാണ്. അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട്, അല്ലെങ്കിൽ അവർ തന്നെ പൂർണ്ണമായിട്ട് മാറിയിട്ട് വളരെ യുക്തിപൂർവ്വം സ്വന്തം മനസാക്ഷി അനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനും അതിലൂടെ നിങ്ങളുടെ ബന്ധത്തിൽ എല്ലാ രീതിയിലും ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനുമായിട്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ആ ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് ഇവർ മാറുന്നുണ്ട്. ഇവരുടെ ഉള്ളിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചില സിറ്റുവേഷൻസിനെയൊക്കെ ഇവർ ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഭയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് വാക്ക് തർക്കങ്ങളോ വഴക്കുകളോ ഇനി തേർഡ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
ഇവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് വെച്ചാൽ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫാമിലിയോ മറ്റെന്തെങ്കിലുമൊക്കെ ഉള്ള രീതിക്ക് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സിറ്റുവേഷനെ ഓർത്ത് ഇവരുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു ഭയത്തിനെ എല്ലാം മറികടന്നുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു തോട്ടിൽ മെന്റാലിറ്റിയിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു കറന്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവര് നിങ്ങൾക്ക് ഒരു സ്പേസ് തരാത്ത വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളോട് ഇവരെന്താണോ കാണിച്ചത് ആ ഒരു കാര്യങ്ങളൊക്കെ ഇവര് മറ്റൊരു രീതിയിൽ ഇവരുടെ ലൈഫിൽ ലേൺ ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന സന്ദർഭം ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പിടിവാശിയോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു ബന്ധമാണ് ഇത് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഒരുപാട് റിഗ്രറ്റ് ഫീൽ തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അവരുടെ ഒരു ഓവർ തിങ്കിങ്ങോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റീസോ അല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോയോ ഒക്കെ കാരണമായിരിക്കാം അവർ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു വന്നത്. എന്നാൽ ഇപ്പൊ അവർ തിരിച്ചറിയുന്നുണ്ട് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി വെച്ചിട്ടല്ല ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. നിങ്ങളുടെ സ്പേസ് നിങ്ങൾക്ക് നൽകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകേണ്ട പ്രയോറിറ്റി അത് നിങ്ങൾക്ക് തന്നെ നൽകേണ്ടതുമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ക്ലാരിറ്റി മനസ്സിലാക്കലും ഒക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതുവരെ അവരൊരു വൈകാരികപരമായ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് അത് എടുക്കണം. കണ്ണടച്ച് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് തന്നെ തീരുമാനം എടുക്കണം. വീണ്ടും വീണ്ടും ഓർത്തോർത്ത് ആ ഒരു ഭയത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ stuck ആയിട്ട് പോകും. അത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്തൊക്കെ സിറ്റുവേഷൻസ് ഇവരുടെ ചുറ്റും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടേക്ക് വരാനായിട്ട് ഇവരിപ്പോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറാനും ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിക്കും ഒരു പോസിറ്റിവിറ്റി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ഘടന, ആ ഒരു സ്ട്രക്ചർ വീണ്ടെടുക്കണം. അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് പോയൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ അതിപ്പോ ഒരു തകർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുക്കണം. അതിനു വേണ്ടി ഇവർ എന്ത് ചെയ്യാനാണെങ്കിലും ഇപ്പൊ തയ്യാറാണ്. ഒരു സമയത്ത് ഇവർക്ക് ഒരു ഭയോ അല്ലെങ്കിൽ ഒരു ഓവർ തിങ്കിങ് ഒക്കെ കൊണ്ടിട്ട് ഇവർ പല കാര്യങ്ങളിലും എഫേർട്ട് എടുക്കാതിരുന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇപ്പോ ഇവർ ഇവരുടെ എനർജീനെ തന്നെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ എനർജി തന്നെ അവർ ഇൻക്രീസ് ചെയ്യാണ്. കാരണം ഇതിലേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് ഇതിന്റെ ഒരു വിജയം കൈവരിക്കാനും ഇവർ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ രീതിക്ക് പ്ലാൻ ചെയ്യുന്നത്. ആദ്യം അവരെ തന്നെ എനർജി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ മാറി തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു വെളിച്ചത്തിനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സക്സസിന് വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇവർ കുറച്ചൊരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവരുടെ പറ്റിയിരിക്കുന്ന തെറ്റുകളെ ഇവർ മനസ്സിലാക്കി തിരുത്താനായിട്ട് ഇവിടെ തയ്യാറാകുന്നുണ്ട്. അതുപോലെ ഇതുവരെ ഇവരുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നാണ് ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ പോകുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് നിലനിൽക്കില്ല. ഇപ്പൊ തന്നെ സെപ്പറേഷൻ സ്റ്റേജ് ആയിരിക്കാം. ഇനി മുന്നോട്ടേക്കും കൂടെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇത് ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകും. ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാതെയും വരും. അതുകൊണ്ട് ഇനിയെങ്കിലും തന്റെ സന്തോഷങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ഇവർ ചിന്തിക്കാൻ കാരണം ഇവർ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ ഇവരുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മാറി നിന്നത് അവിടെ നിന്നൊന്നും അവർക്കൊരു കാര്യമായിട്ടുള്ള പരിഗണന ലഭിച്ചിട്ടില്ല. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ടാണ് ഇവരുടെ പ്ലാനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങളിലേക്ക് ഒരുപാട് ഇമോഷൻസ്, സ്നേഹവും കാര്യങ്ങളോ ഒന്നും ഇവര് പ്രകടമായിട്ട് കാണിച്ചിട്ടുണ്ടാവില്ല. ഉള്ളിൽ ഇവർക്ക് നല്ല സ്നേഹമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അതൊന്നും ഒരു ലിമിറ്റിൽ കൂടുതൽ ഇവർ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകാതിരിക്കുക. കമ്മിറ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെയായിരിക്കും റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അവരത് ഒരു സ്ട്രോങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ
ഇപ്പൊ അവരുടെ ആ ഒരു ചിന്താഗതികൾക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അർഹമായിട്ടുള്ള സ്നേഹം എല്ലാ രീതിക്കും നിങ്ങളിലേക്ക് പ്രകടമായിട്ട് തന്നെ നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും ഇതൊരു വിജയം കൈവരിക്കണം. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. 8 ഓഫ് വാണ്ട്സ് ആണെന്നുണ്ടെങ്കിലും നൈറ്റ് ഓഫ് വാണ്ട്സ് ആണെന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ എൻ്റർ ചെയ്ത് വന്നപ്പോൾ എത്രയധികം പാഷനേറ്റ് ആയിട്ടാണോ നിങ്ങളെ കണ്ടിരുന്നത്, അത്രത്തോളം ഒരു പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഒരു വാല്യൂ നിങ്ങൾക്ക് നൽകി, നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ എന്തൊക്കെ വന്നാലും വേണമെന്ന് ആഗ്രഹിച്ച് തന്നെ വളരെ ഫാസ്റ്റ് മൂവ്മെന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ പതുക്കെ പതുക്കെ അല്ല ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് പോലും വളരെ ഫാസ്റ്റ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങൾ നേരിട്ട് കാണാനോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ത്രൂ അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ കോൾ വഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ടൊരു ആഘോഷം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ, ഒരു സന്തോഷം, ഇതൊക്കെ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ വേണമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഒരുപാട് അപകടം നിറഞ്ഞ രീതിയിലുള്ള ഒരു യാത്രയാണ് ഇത് എന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ട്. അപകടം എന്ന് പറയാൻ കാരണം ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇവരുടെ ഒരു എനർജിയിൽ ഇവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ജെനുവിൻ ആയിട്ടുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ടായിരിക്കും ഇവർ ആ ഒരു രീതിക്ക് ചിന്തിക്കുന്നത്. പക്ഷെ എങ്കിലും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരെന്തായാലും ശ്രമിക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതുവരെ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ അതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് ശ്രമിക്കാനുള്ള ഒരു തീരുമാനവും, അത് തീരുമാനത്തിൽ മാത്രമല്ല പ്രാക്ടിക്കലി ഇവർ ചെയ്യാനായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഇപ്പൊ വെച്ച് കഴിഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 3 ഓഫ് wands ആണ് വന്നിരിക്കുന്നത്. ഇവർ ആ ഒരു യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയം തന്നെയാണിത്. അപ്പൊ അപ്പുറത്ത് നിങ്ങളാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അതും അതിനുള്ളൊരു പോം വഴി കണ്ടുപിടിച്ചുകൊണ്ട്. ഇപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവർ ആ ഒരു കയ്യിൽ ആ ഒരു വള്ളവുമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം ഈ ഒരു വള്ളം തുഴഞ്ഞാൽ അപ്പുറത്ത് എത്താൻ സാധിക്കും എന്നുള്ളത്. അതുപോലെയാണ് നിങ്ങളുടെ പേഴ്സൺ. എല്ലാ കാര്യങ്ങളും ഇപ്പൊ പ്ലാൻ ചെയ്ത് ഒരു ക്ലാരിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഇവർ ഇനി ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിസ്സാരമായിരിക്കില്ല. നിങ്ങളെ വേദനിപ്പിച്ചൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഭയങ്കരമായ ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ പോലും നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വേദന തന്നു പോയവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ആവില്ല എന്നുള്ളത് ഇവർക്ക് അറിയാം. എങ്കിലും എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തും. കാരണം ഇവർക്ക് നിരന്തരമായിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് എത്രത്തോളം ആത്മാർത്ഥത നിറഞ്ഞൊരു സ്നേഹമാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ് ഈ ഒരു സമയം. നിങ്ങളുടെ സ്നേഹത്തിലെ ഒരു കളങ്കമോ കാര്യമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം, ഒരുമിച്ചൊരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയത്. ഇവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടിയത്. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷനിൽ കണ്ടുമുട്ടിയ വ്യക്തികളായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾ തുടങ്ങിയ ആ ഒരു ജേർണി മുന്നോട്ടേക്ക് പോയപ്പോഴായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് പല പല സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അവർ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത് അവർക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ലായിരിക്കാം ഒരു പക്ഷേ. പക്ഷെ എങ്കിലും അവർ നിങ്ങളെ മാറ്റി നിർത്തി. പല പല സിറ്റുവേഷൻസിനെ ഭയന്നിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടിട്ടോ ഒക്കെ ആയിരിക്കും അവർ അങ്ങനെ ചെയ്തത്. എന്നാൽ അത് അവരുടെ തെറ്റായ തീരുമാനമായിരുന്നു. കാരണം അവരുടെ ലൈഫിൽ വളരെ ആത്മാർത്ഥമായ ഒരു സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് അവർ തിരിച്ചറിയാനായിട്ട് കുറച്ച് വൈകി പോയിട്ടുണ്ട്. ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന ആ ഒരു വിഷമകരമായ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷൻസിലൂടെയാണ് അവർ ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനിയെങ്കിലും ഈ ഒരു അവസരം മുന്നോട്ടേക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പ്രയോജനപ്പെടുത്തണം എന്നുള്ള പ്ലാനിങ്ങിൽ ഇവർ നിൽക്കുന്നത്. എല്ലാ രീതിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ആ ഒരു സ്ഥലത്ത് നിന്നും വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അതും നിങ്ങൾക്കൊരു നീതി നൽകിക്കൊണ്ട് തന്നെയുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ഇതുവരെ അവർ അവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഈ റിലേഷൻഷിപ്പിൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിക്ക് അവർ ചിന്തിക്കുകയാണ്. അവരായിട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ സ്വന്തം മനസാക്ഷി അനുസരിച്ച് തന്നെ, സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ ആ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ടോട് കൂടി ഒരുപാട് സിറ്റുവേഷൻസിനെ ഇവർ ഭയക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു ഭയത്തിനെയെല്ലാം അതിജീവിച്ച് ആ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ടോട് കൂടി തന്നെ ഇതിനകത്തൊരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരണം. എല്ലാ രീതിക്കും ഈ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങൾ ഒരിക്കലും മാറ്റി നിർത്താനാകാത്ത വിധം ഇവരുടെ മനസ്സ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ട്, അടുക്കുന്നുണ്ട്.
നിങ്ങളും ഈ ഒരു സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം, ആഗ്രഹിക്കുന്നവരായിരിക്കാം ആത്മാർത്ഥമായിട്ട് തന്നെ. നിങ്ങൾക്ക് ഇവരെ മറക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല ഒരു പക്ഷേ. ഇവർ എപ്പോഴെങ്കിലും നിങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നവരായിരിക്കും. അപ്പൊ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം, നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു വിളി നിങ്ങളുടെ വ്യക്തിയായിട്ട് യൂണിവേഴ്സൽ സപ്പോർട്ടോടു കൂടി ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുകയാണ്. അവരെവിടെയാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് ആ ഒരു സ്ഥലത്തേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഓടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവരിപ്പോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം. ഇനി ഒരു നിമിഷം പോലും കളയാൻ പറ്റില്ല എന്നുള്ള ഒരു മെന്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ വരുന്നു എന്നുള്ള മീനിങ്ങിലല്ല. അവർ വളരെ പെട്ടെന്ന്, അതും നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുക, ആ ഒരു മെന്റാലിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വൈകാതെ തന്നെ നിങ്ങളെ കണക്ട് ചെയ്യും എന്നുള്ളത് തന്നെ ഇവിടെ കിട്ടുന്നത്. കാരണം നിങ്ങൾക്കൊരു നീതിയുടെ സമയം ഇവിടെ ആയിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സെപ്പറേഷൻ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റീബർത്തിന്റെ സമയം തന്നെയാണിത്. അല്ലെങ്കിൽ ആ ഒരു റീയൂണിയൻ സംഭവിക്കാനുള്ള, ആ ഒരു റീകൺസിലേഷൻ നടക്കാനുള്ള ടൈം പീരീഡ് ആണ് ഇപ്പൊ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിക്ക് നിങ്ങളുടെ വ്യക്തിയിൽ ഒരു മാറ്റങ്ങളും സംഭവിക്കുന്നത്. ഇതുവരെ അവരൊരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നു. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, നിങ്ങളെ തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് തിരഞ്ഞെടുക്കണോ, മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ വേണോ? എന്നാൽ ഇപ്പോ വളരെ ക്ലാരിറ്റിയോട് കൂടി അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതും അവരോട് മറ്റുള്ളവർ ചെയ്തിരിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹം എത്രത്തോളം വലുതാണെന്നുള്ളതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഒറ്റപ്പെടലിൽ നിൽക്കുന്ന സമയത്ത് ഇവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഒരു കുറ്റബോധം ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആ ഒരു പറ്റിപ്പോയ ആ ഒരു തെറ്റില് മനസ്സ് നോവുന്ന ഒരു അവസ്ഥയില് എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരണം. അവർ പകുതി വെച്ച് നിർത്തിപ്പോയ ആ ഒരു കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് കമ്മിറ്റ്മെന്റ് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ പോലും അവർ ഒരുപാട് വാക്കുകളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരിക്കാം. അതൊന്നും ഇവർക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ നിന്നൊക്കെ ഇവർ എസ്കേപ്പ് ചെയ്ത് മാറിപ്പോവുക ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോ നിങ്ങളുടെ ഈ ഒരു വാല്യൂ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് നൽകാനും അതുപോലെ ഇവരുടെ മനസ്സിൽ ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം ഒരു ലിമിറ്റിൽ കൂടുതൽ പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം വളരെ ക്ലാരിറ്റിയോട് കൂടി എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്ത് നിങ്ങളോടൊരു ക്ഷമാപണം നടത്തി നിങ്ങളിലേക്ക് എല്ലാ രീതിക്കും നൽകണം. കാരണം അതിന് നിങ്ങൾ അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ മാത്രമാണ് ഇതിന് അർഹതയുള്ളവര്. കാരണം അവരുടെ ലൈഫിൽ ഇത്രയും ജെന്യൂൻ ആയിട്ട് ഒരു പക്ഷെ അവരെ ആരും സ്നേഹിച്ചിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ ആ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് എല്ലാ രീതിക്കും അവരുടെ മനസ്സിനെ വീണ്ടും കണക്ട് ചെയ്യാനായിട്ടും അതുപോലെ അവർ വളരെയധികം സ്വാർത്ഥതയോട് കൂടിയാണ് ഇതുവരെ ചിന്തിച്ചത്. അവരുടേതായ ഒരു ലൈഫിന് പ്രാധാന്യം നൽകിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫ് തന്നെയാണല്ലോ അത്. അപ്പൊ അതിനൊക്കെ ഒരു വാല്യൂ നൽകി നിന്നവരാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഈഗോ ആണെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യാണ്. ആ ഒരു ഈഗോ കാരണമാണ് അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി റിലേഷൻഷിപ്പിൽ നല്ല നല്ല അവസരങ്ങളും നല്ല നല്ല ദിനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. എന്നാൽ ഇനിയെങ്കിലും സ്വന്തമായിട്ട് അവനവനെ തന്നെ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ സ്നേഹിക്കുന്ന ആ ഒരു മനസ്സിനെ കൂടി സ്നേഹിക്കാനായിട്ട് അവരുടെ ഇൻറ്റ്യൂഷൻ അവരോട് പറയുന്നത്. അതനുസരിച്ച് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോ നിങ്ങളോടൊന്ന് സംസാരിക്കാനും നിങ്ങളെ ചേർത്ത് നിർത്താനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിലെ മെയിൻ ആയിട്ട് ഒരു കോൺവെർസേഷൻ എനർജി വന്നിട്ടുണ്ട്. ഇവരെല്ലാ രീതിക്കും നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സൗണ്ട് ഒന്ന് കേൾക്കുക. ചിലപ്പോൾ നിങ്ങൾ കുറെ നാളുകളായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. അപ്പൊ ഇവർക്ക് ഈ ഒരു സമയത്ത് ലവേഴ്സ് എനർജിയാണ്. നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രണയം, സ്നേഹം, അട്രാക്ഷൻ എല്ലാത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സൗണ്ട് ഒന്ന് കേൾക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം അവർക്ക് വരുന്ന ആ ഒരു റിഗ്രറ്റ് ഫീൽ തന്നെയാണ്. ഈ ഒരു ന്യായമല്ലാത്ത രീതിയിലാണ് അവർ ഈ ഒരു ബന്ധത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അവരോട് കാണിച്ചിരുന്ന സ്നേഹത്തിന് അവർ ഒരിക്കൽ പോലും നിങ്ങൾക്കൊരു അപ്രീസിയേഷനോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടുണ്ടാവില്ല. അത് ഇനി നൽകണം. നിങ്ങളുമായിട്ടൊരു സോൾ ടൈ കെട്ടി അത് ഉറപ്പിച്ച് മുന്നോട്ടേക്ക് പോകണം. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ന്യൂ ചാപ്റ്റർ തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്ത് വേണം എന്നുള്ളത്. എന്നാൽ ഇപ്പൊ അവരുടെ ലൈഫിൽ അവർക്ക് വന്നിരിക്കുന്ന കുറേയധികം ക്ലാരിറ്റികൾ എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ അവർ മനസ്സിലാക്കിയിരിക്കുന്നതും ലേൺ ചെയ്തിരിക്കുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ടിട്ട്
അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്കും വാല്യൂ നൽകണം, അതുപോലെ തന്നെ അവരുടെ ലൈഫിന് അവർക്ക് തന്നെ ഒരു സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഒക്കെ അവരുടെ ലൈഫിൽ വേണം. അപ്പൊ അതിനെല്ലാം കൊണ്ടും പറ്റിയ ഒരു വ്യക്തി, അവരുടെ മനസ്സിന് എല്ലാ രീതിക്കും യോജിച്ച ഒരു പാർട്ട്ണർ ആണ് നിങ്ങൾ. അപ്പൊ അത് മനസ്സിലാക്കുന്നത് കൊണ്ടിട്ടാണ് ഈ റിലേഷൻഷിപ്പ് ഡാമേജ് പറ്റി നിൽക്കുന്ന ഈ ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ പോലും അത് വീണ്ടും ഒന്ന് ബിൽഡ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ഡ്രീം ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും. നിർത്തിപ്പോയിരുന്ന ആ ഒരു കാര്യങ്ങൾ വീണ്ടും ഒന്നേ എന്ന് തുടങ്ങുക. ഒരുപാട് ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ഒരു സമയം യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ ഒരുപാട് വേദനകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകിയില്ലല്ലോ എന്നൊരു ചിന്തയും അവർക്കൊരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവരിപ്പോ നിൽക്കുന്നത്. അപ്പം സ്വന്തം മിസ്റ്റേക്സ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വളരെ ബുദ്ധിപൂർവ്വം റിലേഷൻഷിപ്പ് വീണ്ടെടുക്കാനായിട്ട് ഓരോ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ അറിയാതെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻട്രി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നിങ്ങളുടെ സന്തോഷം അത് അവർക്ക് കാണണം എന്നുള്ള ഒരു ആഗ്രഹം, അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ അത്രത്തോളം മനസ്സുകൊണ്ട് ഒരു കണക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു പ്ലാനിങ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യുക. നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് ഇവിടെ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് നോക്കുക. 28 H എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ചോതി 30 A എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റ്, അനിഴം, നവംബർ മന്ത്, ജെമിനി, K എന്നൊരു ലെറ്റർ, V എന്നൊരു ലെറ്റർ, ജാനുവരി, A again വന്നിട്ടുണ്ട്, T എന്നൊരു ലെറ്റർ, മകം എന്നൊരു സ്റ്റാർ, പാലക്കാട്, ചിത്തിര, 28 തൃശൂർ ഡിസ്ട്രിക്റ്റ്, V എന്നൊരു ലെറ്റർ, മെയ് എന്നൊരു മന്ത്, മലപ്പുറം, ജാനുവരി again 1986, ജൂലൈ, R എന്നൊരു ലെറ്റർ, 44 കാപ്രിക്കോൺ, കൊല്ലം, നവംബർ again സാജിറ്റേറിയസ്, മകയിരം, രേവതി, 32 30 ഡേയ്സ് കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. S എന്നൊരു ലെറ്റർ, 38 S again, T again, കാർത്തിക എന്നൊരു സ്റ്റാർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സന്റെ എനർജി, നിങ്ങളുടെ എനർജി എല്ലാം വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.